ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും അതേപോലെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കണം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാനിതൊരു മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ ഒരു കട്ടിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റോളം ഈ ഒരു മാവ് ഇതേപോലെ റൗണ്ടായിട്ട് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി ചെയ്യണം. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഉഴുന്നുവടക്ക് നല്ല സോഫ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ അരച്ച ഉടനെ തന്നെ ചുടുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. പിന്നെ കുരുമുളക് കുറച്ച് ചതച്ചെടുത്തതും. പിന്നെ നമ്മൾ ഈ ഉഴുന്നുവടക്ക് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കൈവെള്ളം നന്നായിട്ട് നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് വിരൽ കൊണ്ട് ഇത് നടുവിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം എണ്ണയിലോട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, അപ്പോൾ ഉള്ളൊട്ടും വേവില്ല. അപ്പോൾ ഇതാ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെ കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ നനച്ചിട്ട് ഒരു നനവോട് കൂടിയേ നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ഹോൾസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ നനച്ചതിന് ശേഷം വേണം മാവ് നമ്മൾ ഉരുട്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഞാനിതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആണ്, അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.